ഡേ 63 മേക്കിംഗ് 1 crore വിത്ത് 1 lakh. ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 63ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ടോട്ടലി പ്ലേസ് ചെയ്തത് 3 ട്രേഡ്സ് ആണ്. ആ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കാം. മൈ നെയിം ഈസ് മുബഷിർ. വെൽക്കം ടു മുബു മെട്രിക്സ്. സമയം ഒരു 11:19 ആയിരിക്കണം. നമുക്ക് ഫസ്റ്റ് ട്രേഡ് വന്നത് നിഫ്റ്റിയിലാണ്. നിഫ്റ്റി ഒരു ഡൗൺ സൈഡൊക്കെ നല്ല രീതിയിൽ ഒരു ഷാർപ്പായിട്ടൊരു ഫോള് തന്ന്, പക്ഷെ നമുക്ക് മുകളിൽ നിന്നൊരു ഡൗൺ സൈഡ് എൻട്രി കിട്ടേണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് നമ്മൾ എൻട്രി പോയിന്റിലേക്ക് വരാത്തതുകൊണ്ട് നമുക്ക് ആ എൻട്രി മിസ്സായി. പിന്നെ നമുക്ക് വന്നത് ഡൗൺ സൈഡത്തെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്കുള്ള ഒരു എൻട്രിയാണ് ഇപ്പോൾ വന്നത്. സോ നമ്മൾ ഓൾറെഡി എൻട്രി എടുത്തിരിക്കണം, SL കാര്യങ്ങളും പ്ലേസ് ചെയ്തിരിക്കണം. ഇതിൻ്റെ എന്ത് പ്ലേസ് ചെയ്താൽ എടുത്തതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു ഡൗൺ സൈഡുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത പ്രകാരം മാർക്കറ്റ് അപ്പ് സൈഡ് പോകുക എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. സോ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് നമുക്കൊരു നല്ല രീതിയിലൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്കറ്റ് ഡൗൺ സൈഡിൽ നമുക്ക് തന്നിക്കണ്. സ്ട്രക്ചർ ഷിഫ്റ്റ് വന്ന് നമ്മളൊരു അതിലൊരു POI ഏരിയ ഉണ്ട് മാർക്കറ്റിൽ, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ആയപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിന് നമ്മൾ POI ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യണത് നമ്മളുടെ ഈ ഒരു പോയിന്റിൻ്റെ അടിയിലാണ് നമ്മൾ POI ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ആ ഏരിയയിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. ഓക്കെ, ഏകദേശം ഫസ്റ്റ് വന്ന് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ അതിൽ എൻട്രി പ്ലേസ് ചെയ്തത്. മാർക്കറ്റ് ഇപ്പോൾ അപ്പ് സൈഡിലേക്ക് നമ്മുടെ ഡയറക്ഷനിൽ ഇങ്ങനെ പോകുന്നുണ്ട്. സോ നമുക്ക് ഈ ട്രേഡ് എങ്ങനെ വരും നോക്കാം. സോ ഫസ്റ്റ് ട്രേഡ് നമ്മളെ SL അടിച്ചിരിക്കണം. മാർക്കറ്റ് ഒന്ന് അപ്പ് സൈഡ് പോയപ്പോൾ ഞാൻ ട്രയൽ ചെയ്ത് വെച്ചിരുന്നു. സോ നമ്മളത് SL അടിച്ചിരുന്നു. ഏകദേശം നമുക്ക് 761 രൂപയോളം നമ്മൾ ഫസ്റ്റ് ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. നമുക്ക് ഏതായാലും ഞാൻ സെക്കൻഡ് ട്രേഡ് വരുമ്പോൾ നോക്കാം. സമയം ഒരു 11:55 ആയിക്കണം. നമുക്ക് നെക്സ്റ്റ് ട്രേഡ് വന്നത് സെക്കൻഡ് ട്രേഡ് വന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇതേമാതിരി ഒരു ലോവർ ലിക്വിഡിറ്റി എടുത്തപ്പോഴാണ് നമ്മൾ എൻട്രി വന്നത്. നമ്മൾ എൻട്രി പ്ലേസ് ചെയ്താണ്. മാർക്കറ്റ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്ത് കൊടുത്തത് നല്ല രീതിയിലൊരു പമ്പ് കിട്ടിയാണ് മാർക്കറ്റ്. സോ നമുക്ക് ഏതായാലും ഈ ട്രേഡിൻ്റെ ഡീറ്റെയിൽസിനെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, എന്ത് ബേസ് ചെയ്തിട്ടാണ് എടുത്തത് എന്നുള്ളത്. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗിൽ തന്നെ ഈ പറഞ്ഞായിരിക്കും ഡൗൺ സൈഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റ് ഒരു അപ്പ് സൈഡിലേക്ക് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏകദേശം മാർക്കറ്റിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന ഏരിയ ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഏകദേശം നമുക്കൊരു എൻട്രി പോയിന്റ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയയൊക്കെ മാർക്കറ്റ് റിട്രേസ് ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന മോർണിംഗിൽ. അപ്പോൾ ഈ ട്രേഡും ഒരു അപ്പ് സൈഡ് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും മാർക്കറ്റ് ഡൗൺ സൈഡ് വരുമ്പോൾ വീണ്ടും ഡൗൺ സൈഡ് വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ മാർക്കറ്റ് അപ്പ് സൈഡ് പോയിട്ട് ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് വരാൻ ചാൻസ് ഉള്ളൂ കൂടുതൽ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇത് ഓവർ ടാർഗറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ടാർഗറ്റ് കൺസിഡർ ചെയ്യുന്ന ഈ നെക്സ്റ്റ് ഇയറുള്ള അവൈലബിൾ ലിക്വിഡിറ്റി ആയിട്ടുള്ള ഈ ഒരു ലിക്വിഡിറ്റി ഏരിയക്കാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഏകദേശം അവിടെ ഒരു ട്രിപ്പിൾ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നല്ല രീതിയിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പോൾ മാക്സിമം അവിടെ വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണുള്ളൂ ടാർഗറ്റ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ആവുക എന്നുള്ളൊരു പ്ലാനാണ്. സോ ഈ ട്രേഡ് എങ്ങനെ പോകാൻ നമുക്ക് ഏതായാലും ഒരു ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സോ നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ആയ 1:3 അടിച്ചിരിക്കണം. സോ നമ്മളെ സെക്കൻഡ് ടാർഗറ്റ് രണ്ടാമത്തെ ലോട്ട് നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുക എങ്ങനെ ടാർഗറ്റ് നമ്മളെങ്ങനെയാലും മാക്സിമം ഈ ഒരു ഹൈ ഫ്യൂച്ചറിൽ ഈ ഒരു ഹൈ എടുക്കുമ്പോൾ എക്സിറ്റ് ചെയ്യാന്നുള്ള പ്ലാനാണ്. അതിൻ്റെ മുകൾക്ക് പോകാനുള്ള പോയിൻറ്റ്സ് ചാൻസ് വളരെ കുറവാണ്. ലിക്വിഡിറ്റി നല്ല രീതിയിൽ ലിക്വിഡിറ്റി അവിടെ ബിൽഡായി കിടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഒന്നെങ്കിൽ പ്രീമിയത്തിൽ സെക്കൻഡ് ടാർഗറ്റ് അടിച്ച് എക്സിറ്റ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ടാപ്പ് ആകുമ്പോൾ എക്സിറ്റ് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. ഏതായാലും നമുക്ക് നോക്കാം.
സോ നമ്മൾ പ്രീമിയത്തിൽ സെക്കൻഡ് ടാർഗറ്റ് അടിച്ചില്ല, പക്ഷേ നമ്മുടെ മാക്സിമം ടാർഗറ്റ് എന്നുള്ള ലെവലിൽ ഫ്യൂച്ചറിൽ മാർക്ക് ചെയ്ത ടാർഗറ്റ് എടുത്തതാണ്. അപ്പോൾ അതപ്പോൾ അങ്ങനെ എടുത്ത് പിന്നെ അവിടെ ടാപ്പ് ചെയ്ത് നമുക്കൊരു റിവേഴ്സൽ വരുന്നത് കണ്ടപ്പോൾ ഞാൻ പിന്നെ അങ്ങ് എക്സിറ്റ് ആയി. ഏകദേശം അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയാണ് ഈ ട്രേഡിൽ നിന്ന്. ഏകദേശം ഒരു 3778 രൂപയോളം നമുക്ക് ഈ ട്രേഡിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റി. സോ ഏകദേശം ഇനി നെക്സ്റ്റ് ട്രേഡ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ട്രേഡ് വന്നത് നിഫ്റ്റിയിലായിരുന്നു. പക്ഷേ ഈ ട്രേഡ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ സിസ്റ്റത്തിന് മുന്നിലില്ലായിരുന്നു. ഞാൻ മൊബൈലിൽ വെച്ചിട്ടാണ് എൻട്രി എടുത്തത്. ഏകദേശം മാർക്കറ്റ് നിഫ്റ്റിയിൽ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ്മെന്റ് തന്ന് നമ്മൾ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ മാർക്ക് ചെയ്ത് ആ ഏരിയക്ക് മാർക്കറ്റ് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. അവിടുന്ന് എൻട്രി എടുത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു അപ്സൈഡ് പമ്പ് തന്നു നമുക്ക്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു പമ്പ് വന്നപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. അപ്സൈഡ് കണ്ടപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നല്ല രീതിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷേ ബാങ്ക് നിഫ്റ്റിക്ക് നല്ലൊരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് വരുമ്പോൾ പിന്നെ അതിന്റെ കൂടെ നിഫ്റ്റിയും വരും എന്നുള്ളൊരു തോട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു മാർക്കറ്റ് ഈ ഒരു അപ്സൈഡ് പമ്പ് ചെയ്ത് ഈ ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തപ്പോൾ പിന്നെ നമ്മളെ എൻട്രി പോയിന്റ് പോസിറ്റീവ് ട്രയൽ ചെയ്ത്. അപ്പോൾ ഏകദേശം തിരിച്ച് വന്നുകൊണ്ട് അത് ഏകദേശം നമ്മളെ പോസിറ്റീവ് വന്നുകൊണ്ട് എക്സിറ്റ് ആയത്. അപ്പോൾ ഏകദേശം ഈ ട്രേഡ് പോസിറ്റീവ് വന്ന് എക്സിറ്റ് ആയത് നമുക്ക്. 3 ട്രേഡാണ് ടോട്ടൽ എടുത്തത്, ഇത് മൂന്നാമത്തെ ട്രേഡാണ്. സോ നമ്മൾ പ്ലേസ് ചെയ്ത 3 ട്രേഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ. 3 ട്രേഡ്സ് ആണ് എടുത്തത്. ആ ട്രേഡ്സിന്റെ PL നമ്മൾ ടോട്ടൽ ഇന്ന് ബുക്ക് ചെയ്ത 3122.25 നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് ബുക്ക് ചെയ്തത്. സോ നമുക്ക് എക്സലിൽ അപ്ഡേറ്റ് ചെയ്യാം. എക്സലിൽ അപ്ഡേറ്റ് ചെയ്തത് ഡേ 63 1 ഏപ്രിൽ 3122.50 സോ നോക്കിയാൽ കാണാൻ കഴിയും. ഡേ 63 നമുക്ക് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ 3038.36 രൂപ നെറ്റ് പ്രോഫിറ്റിലാണ് നമ്മൾ ഈ ചലഞ്ച് ഡേ 63 എൻഡ് ചെയ്യുന്നത്. ഈ ചലഞ്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ.